Hey guys, day 3. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു. ഇപ്പോൾ എത്ര മണി? 6:15 ഞാൻ ഇപ്പോഴാണ് വീട്ടിലോട്ട് ഇറങ്ങി. ഞാൻ നേരത്തെ ഇറങ്ങി, പിന്നെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വീഡിയോ അപ്പം എൻ്റെ ഫോണിന് സ്റ്റോറേജ് ഇല്ല ഗൈസ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇതുപോലെ സ്റ്റാർട്ടപ്പ് ചെയ്യുക. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യും, ഒട്ടും ലേറ്റ് ആവരുത്. നമ്മുടെ സമയം ഇല്ല എന്നല്ല, സമയം നമുക്ക് വേണ്ടി വെറുതെ വെയിറ്റ് ചെയ്തിരിക്കത്തില്ല. സോ അപ്പം നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നതാണ് ഇപ്പം ആരെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, കുറച്ച് ഏർണിങ്സ് ഉണ്ടാക്കണം സ്വന്തമായിട്ട് എന്ന് വിചാരിക്കുന്നവർ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഫോൺ സ്റ്റോറേജില്ല ഗൈസ്, അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു, എൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്നത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വഴിയെ തന്നെ പറയുന്നതായിരിക്കും. ജസ്റ്റ് എ സർപ്രൈസ്. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്കും സ്റ്റാർട്ട് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങോട്ട് എന്നിൽ ഞാൻ പ്രഷർ കൊടുക്കുന്നില്ല. ഇപ്പം നമുക്കെന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം, നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് കിട്ടും എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് നമുക്ക് എല്ലാവർക്കും. മടി, അലസതയോ, പിന്നെ ചെയ്യാം എന്നുള്ള ചിന്ത പിന്നത്തേക്ക് ഒരിക്കലും മാറ്റി വെക്കരുത് ഗൈസ്. പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങ് പോകും, അങ്ങ് ഒരുപാട് ദിവസം പോകും. സോ ഇപ്പം തന്നെ അങ്ങ് ചെയ്യാം, സ്റ്റാർട്ടിങ് ദ റൈറ്റ് മൊമെൻറ്റ്. ഹേ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഒരിടം വരെ പോവുകയാണ്. അമ്മയ്ക്ക് വയ്യമ്മ അല്ല അമ്മയ്ക്ക് വയ്യാതെ തൊണ്ടവേദനയൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. പെട്രോൾ അടിക്കണേ അമ്മ? അപ്പോൾ അങ്ങ് വരെ പോകാൻ പറ്റുമോ? 2 വട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഗൈസ് വയ്യാത്ത ആൾ മാറി. ഗൈസ് നമ്മളപ്പോൾ ഇറങ്ങി. കിക്കറടിക്കുന്നു വണ്ടിക്ക്. കിക്കറടിക്കാതോടാവത്തില്ല. എന്തൊരു കഷ്ടവാദം പറയാൻ. അടി ഗൈസ്, അപ്പം നമ്മൾ വീട്ടിൽ വന്നതുകൊണ്ടിരിക്കും. മരുന്ന് കഴിക്കുന്നു ഗൈസ്. നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം ഞങ്ങൾക്ക് ഇടം വരെ പോകണം. പിന്നെ ഫുഡ് കഴിക്കണം. ഇത് കണ്ടോ, ചുമ പിടിച്ച് വല്ലാണ്ടിരിക്കുന്നു. ഇത് അമ്മയുടെ ദീയുണ്ട്. അമ്മയ്ക്ക് ബീറ്റ്റൂട്ട് ചമ്മന്തി അച്ചാർ, എനിക്ക് ബീറ്റ്റൂട്ട് ചമ്മന്തി സോയാബീൻ. ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. വ്ളോഗ് വെച്ചിട്ട് പോയേക്കുക. അവരൊക്കെ എന്താണ്ടാണ് ഞങ്ങൾ വൈകുന്നേരം ഒരിടം വരെ പോയായിരുന്നു. കുറച്ച് സാധനങ്ങളും കുറച്ച് കാര്യങ്ങൾ അങ്ങനെ വാങ്ങാൻ വേണ്ടി. പിന്നെ ഓരോരുത്തും പോയി അങ്ങനെ പോയിട്ട് വന്നു ഗൈസ്. നല്ല ക്ഷീണവും. അമ്മയ്ക്കിപ്പോൾ ഇന്ന് പനിയും കൂടെ ആയത് കാരണം അവിടെയും പോയി ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഴിച്ച് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ബായ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.